ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻഡോസ് ക്രിയേഷൻസ്. നമ്മളിന്ന് 3 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അളവിനുള്ള ഒരു പട്ടുപാവാട സ്കേർട്ടും അതിൻ്റെ ബ്ലൗസുമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1.5 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് നല്ല വീതിയുള്ള തുണിയായതുകൊണ്ടാണ് കേട്ടോ 1.5 മീറ്റർ. ഇനി വീതി കുറഞ്ഞ തുണിയാണ് നമുക്ക് ഒരേ നീളത്തിൽ തന്നെ എടുക്കാനാണെങ്കിൽ ഏകദേശം 3 മീറ്ററോളം തുണിയെങ്കിലും വേണ്ടി വരും. നമുക്കപ്പം വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. നമ്മൾ 2 ഇഞ്ചിൻ്റെ ബാൻഡാണ് കേട്ടോ വെക്കുന്നത്. അപ്പം നമ്മുടെ ടോട്ടൽ 22 ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ചിൻ്റെ ബാൻഡിൻ്റെ അളവ് കൂടി കട്ട് ചെയ്തിട്ട് ബാക്കി 20 അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി 20.5 ഇഞ്ച് വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്ലോത്ത് 2 പീസായിട്ടാട്ടോ നമുക്ക് കിട്ടുക. ഈ 2 പീസും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡ് വശം എടുത്തിട്ട് നല്ല വശം തമ്മിൽ കൂട്ടി വെച്ചിട്ടത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ 2 ഇഞ്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാറ്റി വെക്കണം. പിന്നെ ഓരോ ഇഞ്ചിൻ്റെ പ്ലീറ്റ് വെച്ചായിട്ടാണ് എടുക്കുന്നത്. ഓരോ ഇഞ്ചിൻ്റെ പ്ലീറ്റ് നമ്മൾ എടുത്തിട്ട് ഉള്ളിലേക്ക് ഒരു 4 ഇഞ്ചെങ്കിലും മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പട്ടുപാവാട നല്ല വിരിവോടുകൂടി നല്ല വൃത്തിക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പ്ലീറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന തുണീൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടും അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് 2 സൈഡിലും ഓരോ ഇഞ്ച് വെച്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 20 + 2 22 ഇഞ്ച് തുണിയായിരിക്കണം നമുക്ക് കിട്ടുന്നത് അതിൻ്റെ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ ഈ 22 ഇഞ്ച് കണക്കാക്കി വേണം നമ്മൾ പ്ലീറ്റ് എടുത്ത് കൊടുക്കാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെ പ്ലീറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മാർക്കൊന്നും ചെയ്യുന്നില്ല. ഓരോ പ്ലീറ്റിലും ഇതിൻ്റെ ഈ ഡിസൈൻ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പ്ലീറ്റ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്ലീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 22 ഇഞ്ചായിട്ട് നമുക്ക് ഈ തുണി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ ഓരോ പ്ലീറ്റിലും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് തുണി എടുക്കാം. ലൈനിങ് തുണിക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കും 2-3 ഇഞ്ച് ഇറക്കം കുറവ് മതിയായിരിക്കും. അപ്പം ലൈനിങ് തുണി നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പം മെയിൻ ക്ലോത്ത് ചെയ്തതുപോലെ തന്നെ രണ്ടും നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ലൈനിങ് തുണി നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ വേസ്റ്റ് റൗണ്ട് കണക്കാക്കി വേണം ഇട്ട് കൊടുക്കാൻ. 20 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഒരു 22 ഇഞ്ചിലാണ് നമുക്ക് ലൈനിങ് തുണിയും വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബാൻഡ് വെക്കാനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അതിന് 5 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളമുള്ളൊരു തുണിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ബാൻഡിൻ്റെ തുണി കട്ടി കുറഞ്ഞ തുണിയായതുകൊണ്ട് നമ്മൾ ലൈനിങ് പീസും കൂടി വെച്ച് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബാൻഡ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്കേർട്ടിൻ്റെ 2 സൈഡ് വശം നമുക്ക് ചെറുതായിട്ടൊരു 3 ഇഞ്ച് നീളത്തിൽ ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കണം.
ഇനി നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കാം. ബാൻഡ് വെച്ച് കൊടുക്കുമ്പോൾ ബാൻഡിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. നമ്മൾ ബാൻഡിന് എക്സ്ട്രാ എടുത്ത 1 ഇഞ്ച് അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ അടുത്ത സൈഡും ബാൻഡ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് തുണി തിരിച്ചിട്ട് ബാൻഡ് ഇതേപോലെ മടക്കി വെച്ച് നമുക്ക് ഒരേ ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 3 ഇഞ്ച് മടക്കി അടിച്ചില്ലേ, അത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു 2 ഇഞ്ചോളം നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒരുമിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് കഴിയുമ്പോൾ അത് 2 സെപ്പറേറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ ആദ്യം 2 ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ച് കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഇഞ്ചോളം മതിയായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ലൈനിങ് തുണി മാറ്റി വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് മാത്രം എടുത്ത് അത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ലൈനിങ് മാത്രം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പട്ടുപാവാട ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു തുണിയാണ് എടുത്തേക്കുന്നത്. തുണി നമ്മൾ 4ആയിട്ട് മടക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നമുക്ക് 2 മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്ത് 3 എടുക്കുന്നത്, അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊരു ബോക്സാക്കി വരയ്ക്കണം. നമ്മൾ ഡയമണ്ട് നെക്കാണ് ചെയ്യുന്നത്, അപ്പം നമുക്ക് അതും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ തന്നെ വെക്കുന്നത്, അതുകൊണ്ട് സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ നമുക്ക് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് 5.5 ഇഞ്ചാണ് കേട്ടോ. ചെസ്റ്റ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ കുറച്ച് തുണി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തയ്യൽ തുമ്പ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഒരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ കവർ ചെയ്ത് വരച്ചു കൊടുക്കാം. തുണീൻ്റെ ലെങ്ത്തും 12 ഇഞ്ചാണ് കേട്ടോ എടുത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ നീളം എത്ര വേണമെന്നനുസരിച്ച് നമുക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് തുണി എടുക്കാം. ഇത് നമ്മുടെ മെയിൻ ക്ലോത്തുകൾ നമുക്ക് ലൈനിങ് തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ലൈനിങ് തുണിയിൽ നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പോർഷൻ്റെ ആം ഹോളും നെക്കും നമ്മൾ ഓപ്പൺ കൊടുത്ത ആ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി തുണി എടുക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് തിരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹുക്ക് അവിടെ വെച്ച് കൊടുക്കണം. ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുക. ഇത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ലൈനിങ് തുണിയൊക്കെ ഒന്ന് മുറിച്ച് കളയാം. നമുക്ക് നെക്കിലും ആം ഹോളിലൊക്കെ കർവ് വരുന്നിടത്ത് ചെറിയൊരു സ്റ്റിച്ചിൽ തട്ടുകൊണ്ട് ചെറിയ കട്ടിട്ട് കൊടുക്കാം. ബാക്കിലെ ഓപ്പണിങ്ങിൻ്റെ അവിടെ നമ്മൾ ലൈനിങ് തുണി അവിടെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ മറന്നു പോയതായിട്ട് ബാക്ക് പോർഷൻ്റെ എൻഡ് വശം കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ തുണി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇത് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ്റെ ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ 2 തുണീൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർന്ന് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ഷോൾഡർ രണ്ടും നേരെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ബാക്ക് പോർഷനിലെ തുണി ഉള്ളിൽ വെച്ച തുണി ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ എൻഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. നമ്മൾ ചെറിയൊരു ഫ്രിൽ സ്ലീവാണ് ഇപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഞ്ച് വീതി 20 ഇഞ്ച് നീളവും ഉള്ളൊരു തുണിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നമുക്ക് അതിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. നമുക്കിത് രണ്ടിൻ്റെ സൈഡ് വശം ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാട്ടോ. സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നൂലിങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പട്ടുപാവാട ബ്ലൗസ് ഇവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.